അത്രയും കഷ്ടത്തിൽ കിടക്കണം, നമുക്ക് പൈസ വീട്ടിൽ തരൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? എന്തോന്ന് സർക്കാർ ചെയ്യുന്ന ഉപകാരങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ തരൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഈ ഹാർട്ടിൻ്റെ അസുഖമുള്ള എനിക്ക് ആ പടിയൊന്നും കയറാൻ വയ്യ മോളെ. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ച് പറയും, അത്രയേ ഉള്ളൂ. നല്ലൊരു മനുഷ്യ ഇവിടെ കൊണ്ടുവന്ന് തന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇപ്പം തന്നെ ഈ പനി വന്ന് 1 മാസത്തിൽ കൂടുതലായി മക്കളെ. അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ ഇന്ന് ഒരാളെ ഞാൻ വിളിച്ച് അവരും കൂടെ വന്നാണെന്ന് കൈ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോയി. എനിക്ക് ഈ പടി ഇറങ്ങാൻ പോലും വയ്യ, അത്ര കഷ്ടമാണ്. ഇപ്പം ഇവിടെ നിന്ന് ബാങ്കാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിരിക്കണം. ആ പണമുള്ള ബാങ്ക്, ഗ്രാമീണ ബാങ്ക്, ആ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. എനിക്ക് പൈസ അതോട് നടക്കാൻ വയ്യാത്തോളം ഞാൻ ചെന്ന് പറഞ്ഞത് എഴുതി കൊടുത്തു, ഈ പെൻഷൻ വീട്ടിൽ കൊണ്ട് തരണമെന്ന്. അപ്പം അങ്ങനെയാണ് കൊണ്ട് തന്നുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നാൽ എന്ത് ചെയ്യണം? മരുന്നിനും ഗുളികയ്ക്കൊക്കെ പൈസകൾ ആവശ്യം. പിന്നെ നമ്മളിനി എന്ത് ചെയ്യണം? ഇഴഞ്ഞെങ്കിലും പോവാമെങ്കിൽ പോയി പറ്റാം, അതെ പിന്നെ അവരിഷ്ടം പോലെ നടക്കട്ടെ. ഇത്ര നാളത്തെ ഭരണത്തിൻ്റെ വട്ടത്തോര് വരിയില്ലല്ലോ. ഇപ്പം ജനദ്രോഹമല്ലേ കാണിക്കുന്നത്. അവർ കൊണ്ട് തരിയില്ല നിർബന്ധമാണെങ്കിൽ അവരെ ഇഷ്ടം നടക്കട്ടെ, നമുക്ക് വെള്ളം കുടിക്കണമല്ലോ. അപ്പം ഇവരെ ഉദ്ദേശം എന്തൊരു നിർത്തലാക്കാനാ? ഇങ്ങനെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിർത്തണം, ഇതായിരിക്കണം അവരെ ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നുമല്ല. 3000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് എവിടെ? എന്തിനിങ്ങനെ കള്ളം പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നു? അവർ കൊടുത്ത അതേ 2000, അതിലൊരു മാറ്റവും വന്നില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന വാങ്ങിക്കുന്നതാണ് നമുക്ക് എളുപ്പം. അല്ലാതെ ബാങ്കിൽ പോയാലും ഒരു അർബാദം കാണൂല, ഒറ്റയ്ക്കും ആൾക്കൂട്ടമായിരിക്കും. കാലും കറുത്തണ്ട് വയ്യാതെ പഠിക്കട്ടൊക്കെ കയറണ്ടേ മക്കളെ. അയ്യോ, എനിക്ക് വീട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് മതി. എനിക്ക് 81 വയസ്സായി, എനിക്ക് അവിടെ പോകാൻ എൻ്റെ കണ്ണ് കാഴ്ചയില്ല, ആരും കൂടെ വരാനില്ല. ഭക്ഷണം തന്നെ കോരി കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വീട്ടിൽ തന്നാൽ മതി മോനെ, അല്ലാതെ എനിക്ക് ബാങ്കിൽ പോകാൻ പറ്റില്ല. വലിയ കഷ്ടപ്പെട്ട് കഴിയാണ് ഞങ്ങൾ. ഇത് വാടക വീടാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്തിൽ ഈ ബാങ്കിലൊന്നും പോകാനും എടുക്കാനൊന്നും നിരപരാധിയാണ്. എനിക്ക് കണ്ണും കാഴ്ചയില്ല, ഇതുകൊണ്ട് ജീവിക്കുകയാണ്. അത് തീർന്ന് ഒന്നുമില്ല, ഉള്ള ഗുളികൾ അത്രയും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയേത് ഭഗവാനെ വിചാരിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ തന്നാൽ മതി. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പോകാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കിനിപ്പോൾ ഈ SP പടിയൊന്നും കയറാക്കൂല, നമുക്ക് വീട്ടിൽ കൊണ്ടുവരണമെന്നാണ് ഒരു ആശ. 10 വർഷം കൊണ്ട് വീട്ടിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്, വീട്ടിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് ഇങ്ങനെ പറയണത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ എഴുത്തും വായനയൊന്നും അറിഞ്ഞുകൂടാ, പഠിത്തം പഠിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ പറയണം, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ.